ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യകർമ്മങ്ങളിൽ ലോക നേതാക്കൾ പങ്കെടുത്തു. ഇന്ത്യ പ്രതിനിധീകരിച്ച് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ചടങ്ങിൽ പങ്കെടുത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ 130 രാജ്യങ്ങളിലെ പ്രതിനിധികൾ അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷിയായി. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിന് സമീപത്ത് നിന്ന് പി ജെയിംസ് തത്സമയം പ്രൈം ടൈമിൽ ചേരുകയാണ്. പി ജെയിംസ്, ഗുഡ് ഈവനിങ്. പി ജെയിംസ്, യഥാർത്ഥത്തിൽ ഈ വലിയ സംഭവത്തിന് സാക്ഷിയാകാൻ താങ്കൾക്ക് കഴിഞ്ഞു. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പുണ്യ നിമിഷമായിട്ട് ഒരു വിശ്വാസി എന്ന നിലയിൽ താങ്കൾ അതിനെ കാണുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും SKN, ഒരുപക്ഷെ പോപ്പുമാരുടെ അന്ത്യയാത്രയുടെ കഥയെടുത്താൽ ഏറ്റവും വലിയ ജനക്കൂട്ടം എത്തിയ ഒരു അന്ത്യയാത്ര ഇതായിരുന്നു എന്ന് പറയാം. പോപ്പ് ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് ഇതുപോലെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ലക്ഷക്കണക്കിന്, ഏതാണ്ട് 5-6 ലക്ഷം പേർ വന്നു എന്നാണ് ഇവിടുത്തെ കണക്ക്. ഒഴുകിയെത്തുകയായിരുന്നു. പ്രത്യേകിച്ച് പുണ്യവാന്മാരെ ഇത് ചെയ്യാനുള്ള ഒരു ചടങ്ങ് വെച്ചിരുന്നു. അത് മാർപ്പാപ്പ നിർവഹിക്കേണ്ടതായിരുന്നു. അതിനുള്ള ഡേറ്റ് ഈ ദിവസങ്ങളിലാണ് വെച്ചിരുന്നത്. അതിന് വരാനായി ഒരുപാട് പേര് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവരടക്കം വന്നതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ. പിന്നെ മാർപ്പാപ്പയോടുള്ള വലിയ സ്നേഹം. അപ്പം ഒരുപാട് ജനങ്ങൾ വരികയും അതുപോലെ തന്നെ വേൾഡ് നേതാക്കൾ SKN ഇവിടെ എത്തുകയൊക്കെ ചെയ്തതോടെ ഇവിടെ മുഴുവൻ ജാം ചെയ്യുകയും മീഡിയാസിന് സിഗ്നൽ കിട്ടാതെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടായി. കാരണം വാട്സപ്പ്, സോഷ്യൽ മീഡിയ അടക്കമുള്ള ഇന്റർനെറ്റ് കണക്ഷനൊക്കെ ജാം ചെയ്യുകയായിരുന്നു. അപ്പൊ അതുകൊണ്ടുണ്ടായ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും ഇതിനിടയിൽ SKN മാർപ്പാപ്പ വിട പറഞ്ഞു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും വത്തിക്കാനും അനാഥമായി. പക്ഷെ അതിനിടയിൽ ഒരു വലിയ രാഷ്ട്രീയ സംഭവവാസം ഉണ്ടായിട്ടുണ്ട് SKN. ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും രഹസ്യമായി കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതേ തുടർന്ന് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. സമാധാനത്തിന് തടസ്സം നിൽക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്ന് ഇതാദ്യമായിട്ട് കുറ്റപ്പെടുത്തിയിരിക്കുന്നു ട്രംപ് പറയുന്നത്. ഇതുവരെ വ്ളാഡിമിർ സെലൻസ്കിയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ട്രംപ് പൊതുവെ ഒരു സോഫ്റ്റ് കോർണറാണ് പുടിനോട് കാണിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഫ്യൂണറലിന്റെ നടുവിൽ റോമിൽ വെച്ച് ട്രംപും സെലൻസ്കിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തയും അതിൻ്റെതുമായ വാർത്തകളാണ് ഇപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നത്. CNN അത് സംബന്ധിച്ചുള്ള പ്രത്യേക വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു വലിയ ചർച്ചയ്ക്കിടയാക്കിയിരിക്കുകയാണ്. കാരണം മാർപ്പാപ്പയുടെ അന്ത്യയാത്രയിൽ പങ്കാളിയാവാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മെലാനിയ ട്രംപും എത്തിയത്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇവിടെ എത്തുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ കൂടിക്കാഴ്ച എന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷെ അത്ഭുതകരമായി അവര് കൂടിക്കാണുകയായിരുന്നു SKN. എന്തായാലും ഇന്ന് നടന്ന ചടങ്ങുകൾ, ഇന്നലെ രാത്രി നമ്മൾ പറഞ്ഞതാണ്, രാത്രി റോം നഗരം മാർപ്പാപ്പ വിശ്രമം അല്ലെങ്കിൽ നിത്യനിദ്ര കൊള്ളുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അതിന് ചുറ്റും 10,000-കണക്കിന് ആൾക്കാർ തണുത്ത് വിറച്ചു വന്നിട്ടും അവർ പോകാതെ മാർപ്പാപ്പയെ ഒരു അവസാന നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ രാത്രി കടന്നുപോയി. നേരം വെളുക്കുമ്പോഴേക്കും അവിടെയൊക്കെ ജനനിബിഡമായി മാറി. എല്ലാ റോഡുകളും അടയ്ക്കേണ്ടി വന്നു. ഞങ്ങളൊക്കെ മണിക്കൂറുകളോളം നടന്നാണ് അവിടെ എത്തിയത്. ആ സമയത്തും അവിടെ ജനക്കൂട്ടം ഒഴുകിയെത്തുകയായിരുന്നു. 2 മണിക്കൂർ നീണ്ട സംസ്കാര ശുശ്രൂഷയാണ് നടന്നത്, 10 മണി മുതൽ 12 മണി വരെ. അതിനു മുൻപ് പ്രാർത്ഥനകളും അതുപോലെ തന്നെ മറ്റ് കുർബാനയും ഉണ്ടായിരുന്നു. കുർബാനയ്ക്ക് ഈ കാർമലെങ്കോ എന്ന് പറയുന്ന കെവിൻ ഫാരലാണ് നേതൃത്വം നൽകിയത്. അതേ കെവിൻ ഫാരൽ തന്നെയാണ് മാർപ്പാപ്പയുടെ അടക്കം, ശവക്കല്ലറയിൽ അടക്കിയ ചടങ്ങിനും നേതൃത്വം നൽകിയത്. കാർമലെങ്കോ, മാർപ്പാപ്പമാർ കാലം ചെയ്യുമ്പോൾ അധികാരം ഏറ്റെടുത്ത് ഇടക്കാല ഭരണാധികാരിയായി നിൽക്കുന്നവരെയാണ് കാർമലെങ്കോ എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം അവരുടെ കോഫിൻ എടുത്ത് കൊണ്ടുപോകുമ്പോൾ, ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ ജനം കൈയടിച്ച് ആദരവോടെ എഴുന്നേൽക്കുകയായിരുന്നു. മാർപ്പാപ്പയെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് കാർമലെങ്കോ പ്രസംഗിച്ചപ്പോഴൊക്കെ ജനക്കൂട്ടം ആവേശത്തോടെയാണ് എതിരേറ്റത്. പാവങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ദരിദ്രർക്കും അതുപോലെ മൈഗ്രൻസ് ആയിട്ടുള്ള അഭയാർത്ഥികൾക്കും വേണ്ടി നിലകൊണ്ട മാർപ്പാപ്പ. അങ്ങനെ മാർപ്പാപ്പയെക്കുറിച്ചുള്ള വിശേഷങ്ങൾക്കൊക്കെ വലിയ കയ്യടിയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് SKN. അപ്പോൾ ഈ തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അതിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കുന്നു. മാർപ്പാപ്പ മണ്ണിൽ വിലയം പ്രാപിച്ചിരിക്കുന്നു. അവിടെ ശവക്കല്ലറയിൽ ലിഗൂറിയിൽ നിന്ന് കൊണ്ടുവന്ന
കല്ലുകൾ ഉപയോഗിച്ചാണ് SKN ശവക്കല്ലറ പണിതത്. മാർപ്പാപ്പയുടെ ഒരു അന്തിമ അഭിലാഷമായിരുന്നു. അദ്ദേഹത്തിന്റെ പൂർവികർ യുടെ നാട്ടിൽ നിന്നുള്ള കല്ലുകളാണ് ശവക്കല്ലറയാക്കാൻ കൊണ്ടുവന്നത്. വെറും സാധാരണക്കാർക്കുള്ള മരത്തടിയിലാണ് മാർപ്പാപ്പ ഓക്കെ ഓക്കെ അന്ത്യ യാത്ര നടത്തിയത്. ആ ഇതിൽ തന്നെ മാർപ്പാപ്പയുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന മാല ആണ് ഇതോടൊപ്പം ഫ്രാൻസിസ്കോസ് എന്ന് എഴുതി വെക്കുകയും ചെയ്തു. SKN. ഓക്കെ താങ്ക് യു PP ജെയിംസ്. വത്തിക്കാനിൽ നിന്നാണ് PP ജെയിംസ് നമുക്ക് ഒപ്പം ചേർന്നത്.